ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ട് നമ്മൾ എന്ത് സ്നാക്സാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു 2 റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കറി വയ്ക്കാൻ എടുക്കുന്ന സമയത്ത് ഒരല്പം ഒരു 4-5 കഷ്ണം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. നമുക്കത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനിവിടെ 2 ഐറ്റം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളെല്ലാം പറയേണ്ടതുകൊണ്ട് എല്ലാവരും വീഡിയോസ് അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിന് വേണ്ടി ഒരു 100-200 ഗ്രാം ചിക്കൻ മാത്രം മതി കേട്ടോ. നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരല്പം ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അതിലൂടെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 4 എണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് 4 എണ്ണം എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി വെച്ചാൽ 2-3 എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇറച്ചിയിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഈ കുക്കർ മൂടുമ്പോൾ ഇതുപോലെ വിസിലെടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അമർത്തി നോക്കണം കേട്ടോ, ഇതിൽ കൂടെ എയർ വരുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് വേണം നമ്മളെപ്പോഴും വിസിലിട്ട് കൊടുക്കാൻ. അപ്പോഴാണ് നമുക്ക് കുക്കർ എപ്പോഴും സേഫ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ സമയം 11 മണിയായിട്ടോ. അപ്പോൾ വിസിലൊക്കെ വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്രേക്കൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ എല്ലാവരും 11 മണിയായി ഒരു കാപ്പിയൊക്കെ കുടിക്കാറുണ്ടോ? അപ്പോൾ ഞാനിതവിടെ 2 കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹസ്ബൻഡിന് കൊടുക്കാനാണ്, പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കൊടുത്തിട്ട് വരാം. ഞാനിതാ ചായക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണ് ഡയബറ്റീസ് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ അധികം മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വിസിലിടയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്താണ് വെച്ചാൽ നോക്കിയപ്പോൾ നല്ല വെയിലും മഴയും കൂടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എന്താണ് ഉള്ളിൽ തന്നെയാണ്, ഇത് ഫൈബറിൻ്റെ ഷീറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് മഴയും വെയിലൊക്കെ ഇതിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മഴ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ വെയിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, കണ്ടില്ലേ പുറത്ത് ഇതുപോലെ മഴയുന്നുണ്ട്, അതേപോലെ തന്നെ വെയിലും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും പിന്നെ അതുപോലെ നല്ല മണ്ണിൻ്റെ മണമൊക്കെ ആയിട്ട്, മഴ പെയ്തിട്ട് 2 ദിവസമായ കാരണം നല്ല മണ്ണിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2-3 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ അതിൻ്റെ നമുക്കൊന്ന് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാനൊരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വലിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മീഡിയം സൈസിലുള്ള ഒരു 4 വലിയുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് സ്നാക്സ് വീട്ടിൽ എത്ര ആൾക്കാരാണോ ഉള്ളത്, എത്രത്തോളം നമുക്ക് ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമുക്ക് വലിയുള്ളി ഉരുളക്കിഴങ്ങും അല്പം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കുറവാണ് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാരിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ഉള്ളി വണങ്ങുമ്പോൾ ഒരല്പം ഉപ്പ് ഇട്ടിട്ട് വണക്കുകയാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും അല്ലേ. അപ്പോൾ അതേപോലത്തെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുക്കറിലൊക്കെ ഇടുകയെന്ന് വെച്ചാൽ അത് ഒരുപാട് നൈസായി പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ശേഷം അതുപോലെ ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്കിതൊന്ന് ഉള്ളി ഒന്ന് വണങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ആയിക്കഴിഞ്ഞ് വെച്ചാൽ നമുക്കിതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് നമുക്കിതിലോട്ട് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് അരച്ചതാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളതിൽ ചിക്കൻ വേവിക്കുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഞാൻ എപ്പോഴും അത് കളയാറില്ല കേട്ടോ. അത് ഞാനൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കടലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചിക്കൻ ക്യൂബൊക്കെ യൂസ് ചെയ്യണവരാണ് വെച്ചാൽ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് കടലക്കറി നല്ല അടിപൊളി ടേസ്റ്റിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും ഗരം മസാലയാണ്, പിന്നെ അല്പം ഞാൻ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഒരുപാട് ആവശ്യമില്ല, ഏകദേശം ഒരു 1/2 സ്പൂണോ 1 സ്പൂൺ നമ്മൾ എങ്ങനെയാണോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലേശം കൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ ഒരല്പം നെയ്യോ ബട്ടർ എന്തെങ്കിലും ചേർക്കുകയെന്ന് വെച്ചാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് മസാലയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഉരുളക്കിഴങ്ങിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഉപ്പ് പിടിക്കും കേട്ടോ. എല്ലാം വെച്ച് ഉരുളക്കിഴങ്ങിൽ നമുക്ക് ഉപ്പൊക്കെ എല്ലാവിടെ എത്തിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അങ്ങനെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക. അത് ഞാൻ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ്, അതേപോലെ നല്ല മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചട്ടിപ്പത്തിരി ആണെങ്കിലും അതുപോലെ ഒരുപാട് സ്നാക്സ് ഇതുപോലൊരു കൂട്ട് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിത് ഒരുപാട് ഐറ്റംസ് നമുക്ക് വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത്, ബ്രെഡാണോ മുട്ടയാണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പിസി ആയിട്ടാണോ ചട്ടിപ്പത്തിരി ആയിട്ടാണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് വെച്ചിട്ട് ആദ്യം ഒരു കട്ട്ലൈറ്റ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഷേപ്പിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തത്. പിന്നെ 4 ബ്രെഡും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചട്ടിപ്പത്തിരിയും കൂടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് ലോങ് വീഡിയോ ആയി പോകുന്നു പറഞ്ഞിട്ടാണ്. പിന്നെ ബ്രെഡ് നമുക്കിത് പൊട്ടിപ്പോണത് കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഇതിലൊരു 3 മുട്ടയോളം എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കിത് എല്ലാം ഒന്ന് ഇതിലോട്ടൊന്ന് മുക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരല്പം പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ബ്രെഡിൻ്റെ ഇങ്ങനെ ചുറ്റും ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്കത് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അല്ലാതെ നമുക്ക് ബ്രെഡ് പൊട്ടി പോകണമെന്ന് തോന്നുകയാണ് വെച്ചാൽ നമുക്കൊന്ന് ബ്രെഡ് ആദ്യം ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെറുതായിട്ടൊരു പൊട്ടി പോകണൊരിതുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒന്ന് വെള്ളമാക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ട് നമുക്കിതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ബ്രെഡ് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ചുരുട്ടി റോള് പോലെ ആക്കാം, അല്ല വെച്ച് ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ അമത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട തേച്ചത് കൊണ്ട് നമ്മളിതിങ്ങനെ അമത്തി കൊടുക്കുമ്പോൾ നന്നായി സെറ്റായിട്ടൊന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു പൊട്ടി പോണ ഒരു മോഡലായിരുന്നു. അപ്പോൾ അതാണ് കുറച്ച് ഷേപ്പ് ആയി കിട്ടാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ല എന്ന് പറയണതുകൊണ്ട് ഞാൻ ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് മുട്ടയിലൊന്ന് മുക്കി അതുപോലെ ബ്രെഡിലൊന്ന് മുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിയിലൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിതുപോലെ ബ്രെഡ് നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണ് വെച്ചാൽ ഒന്ന് വറുത്തിട്ടൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് വെച്ചാൽ നമുക്കൊരു ആഴ്ച വരെ നമുക്കത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കയ്യിലെടുത്തിട്ട് നന്നായി പൊടിയൊക്കെ നന്നായി തട്ടി കൊടുക്കണം കേട്ടോ. ഇല്ല വെച്ചാൽ എല്ലാ എണ്ണയിലൊക്കെ ആയേക്കും. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡും ചിക്കനും കൂടെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും കട്ട്ലേറ്റ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചട്ടിപ്പത്തിരി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് ലോങ് ആയി പോകണതുകൊണ്ട് ഞാനിത് 2 മാത്രമാക്കി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എണ്ണയിലോട്ടൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം എണ്ണ മാത്രം മതി. ഇപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ കുറച്ച് എണ്ണയിൽ നമുക്കൊന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് അടി പിടിക്കാനൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ഹൈയിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മുകളിൽ മുട്ടയും ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ ഒരു കൂട്ടുണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാക്കണം എന്ന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ കൂട്ടുണ്ട് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. ചട്ടിപ്പത്തിരി, പിസ്സ, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഈ കൂട്ട് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.